ബാംഗ്ലൂരിലെ കിൻഡർ ഗാർട്ടൻ സ്കൂൾ നടത്തുന്ന ടീച്ചറെ ബ്ലാക്ക് മെയിൽ ചെയ്തു ഒരാളിൽ നിന്ന് കുറേ അധികം പണം കൈവശപ്പെടുത്തി. പോലീസ് കേസായി. ആ ശ്രീദേവിയെ പോലീസ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അവരുടെ കൂടെ ഉണ്ടായിരുന്ന 2 സഹപ്രവർത്തകരെയും ബാംഗ്ലൂർ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത സംഭവം റിപ്പോർട്ട് ചെയ്യുന്നു. വളരെ അധികം രസകരമായി തോന്നാവുന്ന ഒരു സംഭവം തന്നെയാണത്. കാരണം ബാംഗ്ലൂരിലെ മഹാലക്ഷ്മി ലേഔട്ടിലെ ഒരു കിൻഡർ ഗാർട്ടൻ സ്കൂൾ നടത്തുകയാണ് ശ്രീദേവി എന്ന 25കാരി. അവരെ സഹായികളായിട്ട് ഗണേഷ് കാലെ എന്നൊരു പയ്യനും അതുപോലെ തന്നെ സാഗർ മോർ എന്ന് പറഞ്ഞ ഒരാളുമുണ്ട്. ഇവരാണ് ഈ കിൻഡർ ഗാർട്ടൻ സ്കൂൾ നടത്തുന്നത്. 2023 അവിടെ ഒരു അഡ്മിഷന് വേണ്ടി ഒരാൾ ചെന്നു. അയാളുമായിട്ട് പരിചയപ്പെട്ടു. അയാളുടെ കുട്ടിക്ക് അഡ്മിഷൻ കൊടുത്തു. അതിനുശേഷം അയാളുമായിട്ട് ലോഹിയായി. ശ്രീദേവി അയാളെ നിന്ന് ഒരു 2 ലക്ഷം രൂപ വായ്പ വെച്ചു. അയാൾ കൊടുക്കുകയും ചെയ്തു. 1 വർഷം കഴിഞ്ഞപ്പം പൈസ തിരിച്ചു ചോദിച്ചു. അപ്പോൾ അവർ അവധി പറഞ്ഞു. അത് പറഞ്ഞ സമയത്ത് കിട്ടാതെ വന്നു. അതിനുശേഷം ഇവർ പതുക്കെ അയാളുമായിട്ട് അടുത്തു. അയാളുമായിട്ട് ചാറ്റ് ചെയ്യാൻ തുടങ്ങി. സ്നേഹത്തിൽ കൂടെ അയാളെ കയ്യിലെടുത്തു. ഇവരുമായിട്ട് ചാറ്റ് ചെയ്യാൻ, ഇവരുമായിട്ട് സംസാരിക്കാൻ പ്രത്യേക ഒരു ഫോണും ഒരു സിം കാർഡും ഈ ആള് വാങ്ങിച്ചു. അയാൾ അതിൽ കൂടെയാണ് ഇവരുമായിട്ട് ശ്രീദേവി എന്ന ആ കിൻഡർ ഗാർട്ടൻ സ്കൂളിൻ്റെ ഉടമയായിട്ട് സംസാരിക്കുന്നതും കൊഞ്ചുന്നതും ഇക്കിളി വർത്താനം പറയുന്നതും ഒക്കെ. സ്കൂളിലെ ചിലവിനായിട്ടാണ് 2 ലക്ഷം ആദ്യം വാങ്ങിച്ചതെങ്കിലും വീണ്ടും പണം ചോദിച്ചപ്പം കൊടുത്തില്ല. 2024 പണം 1 വർഷം കഴിഞ്ഞിട്ട് കൊടുക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ഹണി ട്രാപ്പിലേക്ക് നീങ്ങുകയാണ് ശ്രീദേവി. അവര് കിൻഡർ ഗാർട്ടൻ സ്കൂളിൻ്റെ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അയാൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും അതിനോട് അയാൾ യോജിച്ചു. എങ്കിലും ആ സമയത്ത് ഇവരുമായിട്ട് കൂടുതൽ ചാറ്റ് നടത്തുകയും കൂടുതൽ ഫോണിൽ കൂടെ സംസാരിച്ച് അവരുമായിട്ട് രസിക്കുകയും ചെയ്തു. ആ സമയത്ത് 1 വർഷം കൂടെ കഴിഞ്ഞപ്പം 2024-25 ആയപ്പം ആ പണം 2 ലക്ഷം രൂപ വീണ്ടും ചോദിച്ചു. അതോടുകൂടി അവർ കുറച്ചുകൂടെ ഇയാളുമായിട്ട് അടുത്തിട്ട് അവരുടെ വീട്ടിലേക്ക് ഇയാളെ ക്ഷണിച്ചു. അയാൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അയാളെ ഒന്ന് ചുംബിച്ചു. അതിനുശേഷം ഇയാളുമായിട്ട് കൂടുതൽ അടുപ്പം വന്നപ്പം 50,000 രൂപ ഇന്ന് കൂടെ വാങ്ങി. അങ്ങനെ മൊത്തം 2.5 ലക്ഷം രൂപ വാങ്ങിച്ചു. അതിനുശേഷം വീണ്ടും ഇവർ തമ്മിലുള്ള അടുപ്പം വെച്ചിട്ട് ചാറ്റ് ചെയ്യുന്നതും അത് ഇയാളുമായിട്ട് അടുക്കുന്നതും എല്ലാം അവർ ഓഡിയോ വീഡിയോ എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നു. ഇയാൾ ഇതറിഞ്ഞില്ല. മാർച്ച് 12 അയാൾ ഒരു ഫോൺ കോൾ വന്നു ശ്രീദേവിയുടെ. അയാളുടെ ഭാര്യയാണ് വിളിച്ചത്. നിങ്ങളുടെ കുട്ടിയെ ഇവിടുന്ന് കൊണ്ടുപോക്കണം, TC വാങ്ങിച്ചുകൊണ്ട് സ്ഥലം വിട്ടോണം എന്നുള്ള രീതിയിൽ. അപ്പം ഭർത്താവ് നേരെ ആ കിൻഡർ ഗാർട്ടൻ സ്കൂളിൽ ചെന്ന് അവരുമായിട്ട് സംസാരിച്ചു. അന്നേരം അയാളും അല്ലെങ്കിൽ ശ്രീദേവിയുടെ കൂട്ടുകാരായ രാകേഷും അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന സാഗറും ഗണേഷും സാഗറും ഇയാളെ ഒരു കാറിൽ കയറ്റി അവർ ബാംഗ്ലൂരിലെ ലേഔട്ടിലേക്ക് കൊണ്ടുപോയി. ഇയാളെ ഭീഷണിപ്പെടുത്തി. അയാൾ പറഞ്ഞു 1 കോടി രൂപ ഇനി വേണമെന്ന്. അയാൾ ഞടുങ്ങിപ്പോയി. വീണ്ടും 15 ലക്ഷം രൂപ 50,000 ഒരു തരത്തിൽ ഒരു ചുംബനത്തോടെ വാങ്ങിച്ചതിന് ശേഷം ഒരു 15 ലക്ഷം രൂപ ചോദിച്ചു. അതും കൊടുത്തില്ല. ഇയാൾ ആദ്യം 2 ലക്ഷം രൂപ കൊടുത്തു. അത് കിട്ടിയില്ല. പിന്നീട് ഇയാളെ ഇപ്പം ഒരു 50,000 കൊടുത്തു. അപ്പം 2.5 ലക്ഷം രൂപ ആയി. അതിനുശേഷം ഇയാളെ ഈ ശ്രീദേവിയുടെ പാർട്ട്ണറായ 2 പേരും കൂടെ ചേർന്ന് അവിടുന്ന് കാറിൽ കയറി തട്ടിക്കൊണ്ടുപോയി. ഇയാളെ രാകേഷിൻ്റെ TC വാങ്ങാൻ ഭാര്യ പറഞ്ഞ് വിട്ടയാളാണ് വീണ്ടും അവിടെ ലോകത്തിൽ കൂടിയത്. എന്തായാലും ഇപ്പം തട്ടിക്കൊണ്ട് പോയിട്ട് 1 കോടി രൂപ ചോദിച്ചപ്പം ഇയാളാകെ വിഷമത്തിലായി. കൊടുക്കാൻ തയ്യാറാകില്ല എന്ന് പറഞ്ഞു. കൊല്ലുമെന്ന് പറഞ്ഞപ്പം അത് തന്നെയല്ല, വേറെ ചില കാര്യങ്ങൾ ശ്രീദേവിയായിട്ടുള്ള ചാറ്റും അവരുമായിട്ടുള്ള അടുപ്പം കാണിക്കുന്നത് അതെല്ലാം അവർ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് പരസ്യപ്പെടുത്തി അവഹേളിക്കൂ എന്നൂടെ പറഞ്ഞു. എന്തായാലും അവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്
അയാൾ പറഞ്ഞു 20 ലക്ഷം രൂപ കൊടുക്കാമെന്ന്. അങ്ങനെ അയാളെ കൊല്ലാതെ വിട്ടു. രാകേഷിനെ എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ പിതാവ് രാകേഷിനെ കാറിൽ കയറ്റി രാജാജി നഗറിലാണ് കൊണ്ടുപോയത്. രാജാജി നഗറിലെ 2 ലേഔട്ട് ഉണ്ട്. മഹാലക്ഷ്മി ലേഔട്ടിലും ഗോരകൊണ്ട പാളയയിലും ഉള്ള 2 സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ് ഈ ഭീഷണി നടത്തിയത്. 1 കോടി ചോദിച്ചിട്ട് ഏതായാലും 20 ലക്ഷം കൊടുക്കാമെന്ന സമ്മതത്തിൽ അയാളെ വിട്ടു. അതോടൊപ്പം തന്നെ അയാളുടെ ഈ സ്ത്രീയുമായിട്ടുള്ള അടുപ്പത്തിൻ്റെ ചാറ്റുകളും ഈ സ്ത്രീയുമായിട്ടുള്ള ചില രംഗങ്ങളും അവർ ചിത്രീകരിച്ചതും അത് പൈസ തന്നില്ലെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ പരസ്യപ്പെടുത്തുമെന്നും പറഞ്ഞു. 15 ലക്ഷത്തിന് അയാൾ 20 ലക്ഷം കൊടുക്കാൻ പറഞ്ഞതിൽ 1,90,000 രൂപയുടെ കൊടുക്കാൻ കഴിയും. അതിനുശേഷം ഭീഷണിയായി. ഇയാൾ നിവൃത്തിയില്ലാതെ വന്നപ്പം ബാംഗ്ലൂർ ക്രൈംബ്രാഞ്ചിൽ പരാതിപ്പെട്ടു. അങ്ങനെ രാകേഷ് അവിടുത്തെ കൺട്രോൾ റൂമിൽ ചെന്നു. അതിനുശേഷം അവിടുത്തെ ക്രൈംബ്രാഞ്ചിൽ പരാതിപ്പെട്ടു. പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം ഇയാളുടെ മൊബൈൽ ഫോൺ അവർ ചെക്ക് ചെയ്തു. ഇയാൾ രണ്ടാമത്തെ മൊബൈൽ ഫോൺ ഇവരുമായിട്ടുള്ള അടുപ്പവും ചാറ്റും എല്ലാം കാണിക്കുന്നുണ്ട്. അതിനൊരു കുറ്റമായിട്ട് നമുക്ക് പറയാൻ ഒക്കില്ല. രണ്ടുപേരും പ്രായപൂർത്തിയായവരാണ്. അതുകൊണ്ട് പോലീസ് അതെല്ലാം പരിശോധിച്ചു. ബ്ലാക്ക് മെയിൽ തന്നെയാണ് എന്ന് പോലീസിന് ബോധ്യപ്പെട്ടു. ഇവരെ 3 പേരെയും ബാംഗ്ലൂർ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അറസ്റ്റ് ചെയ്തെന്നാണ് കേൾക്കുന്നത്. ആ ഒരു സംഭവം വലിയധികം വാർത്താ പ്രാധാന്യം ബാംഗ്ലൂരിൽ ഉണ്ടായി. കാരണം വിദ്യാഭ്യാസമുള്ളവരാണ് ശ്രീദേവി. അവിടെ അവരൊരു കിൻഡർഗാർട്ടൻ സ്കൂൾ നടത്തുന്നു. അവിടുത്തെ ഒരു കുട്ടിയുടെ പിതാവിനെയാണ് ഈ ബ്ലാക്ക് മെയിൽ ചെയ്ത് അയാളുമായിട്ട് ശൃംഗരിക്കുകയും അയാൾക്ക് ചുംബിച്ചതിന് 50,000 രൂപ വാങ്ങിക്കുകയൊക്കെ ചെയ്തു. ഏതായാലും ഈ വാർത്ത വരുന്നതോടൊപ്പം തന്നെ അവർ സോഷ്യൽ മീഡിയയിലെ ഈ ചാറ്റും ഈ സ്ത്രീയുമായിട്ടുള്ള അടുപ്പം പ്രസിദ്ധീകരിച്ചോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അത് ചിലപ്പം വെളിയിലോട്ട് വന്നോ ഇല്ലയോ എന്ന് പോലീസ് നോക്കുന്നുണ്ട്. കാരണം അത് വയലേറ്റ് ചെയ്ത് ഇയാൾ പൈസ കൊടുക്കാതെ വന്നപ്പോഴാണ്. അത് സോഷ്യൽ മീഡിയ കണ്ടിട്ടാണോ ഇയാൾ പരാതി കൊടുത്തത്? എന്തായാലും അയാൾ ധൈര്യസമേതം ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ തന്നെ അവിടുത്തെ ബാംഗ്ലൂർ ക്രൈംബ്രാഞ്ചിൽ പരാതി കൊടുത്തതുകൊണ്ട് അയാൾ തൽക്കാലം രക്ഷപ്പെട്ടു. ഈ 3 പേരെയും ബാംഗ്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു.